അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ വാഴയില കാണുമ്പോൾ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, അട ഉണ്ടാക്കണം. പക്ഷെ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് അടയാവാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അങ്ങനെ വിചാരിച്ച് ഞാൻ മാവൊക്കെ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ ശർക്കരയൊക്കെ വിളയിപ്പിച്ചെടുത്തു. ഇത് തന്നെ കൊഴുക്കട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ രക്ഷയുണ്ടാവില്ല, സാധനം പൊട്ടിപ്പോവും. എനിക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അത് പൊട്ടി അതിൻ്റെ ശർക്കരയ്ക്ക് ഇങ്ങനെ ലീക്ക് ആകാറുണ്ട്. അടയാകുമ്പോൾ ആ പ്രശ്നമില്ല, രണ്ട് സൈഡും കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുഞ്ഞിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. എനിക്ക് ഈ അടയുടെ മാവ് അത്ര ഇഷ്ടമില്ലായിരുന്നു പണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ പൊടികളൊക്കെ കളഞ്ഞിട്ട് ആ ശർക്കര മാത്രം കഴിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞിൽ ചെയ്യുന്ന അതേപോലെ തന്നെ എല്ലാം ഒരുപോലെ ആക്കിയിട്ട് എനിക്ക് വേണ്ടുന്ന കുറച്ച് പീരയും ശർക്കരയൊക്കെ കൂടുതലുള്ളത് വേറൊരു മാർക്കൊക്കെ ഇട്ടിട്ട് വെക്കലാണ് എൻ്റെ പണി. ഇതിലും മാറ്റില്ല കേട്ടോ, ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് കാണുന്നതാണ് എൻ്റെ അട. അപ്പോൾ ഞാൻ അട കഴിക്കട്ടെ. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു അട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, സീ യു.